അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇർഷാദുൽ ഇബാദ് സബ്ക് 89. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നിസ്കാരത്തിൻ്റെ വിവിധ തരം മസ്അലകൾ പ്രവിശാലമായി നാം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി മാത്രമായുള്ള ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. സുന്നത്ത് നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. എന്നാൽ ഫർളായ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് ഫർള് നിസ്കാരമാണെങ്കിൽ സുന്നത്തായ അനേകായിരം അമലുകളുണ്ട്. ആ അമലുകളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്നതും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതുമായ ഏറ്റവും വലിയ അമല് അത് സുന്നത്തായ നിസ്കാരങ്ങളാണ്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയുണ്ട്, അതിൻ്റെ പ്രതിഫലങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ മസ്അലകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു അധ്യായത്തിലേക്കാണ് നാം കടക്കുന്നത്. ഏതൊക്കെ സുന്നത്ത് നിസ്കാരമുണ്ട്, നമ്മൾ ദൈനംദിനം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളുടെ രീതിയൊക്കെ എങ്ങനെയാണ്, അതെന്നെ ഒറ്റക്ക് നിർവഹിക്കേണ്ടതും ജമാഅത്തായി നിർവഹിക്കേണ്ടതും, അങ്ങനെ വിവിധ തരം സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുകയും അത് ഹദീസിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ബാബിലേക്കാണ് നാം കടക്കുന്നത്. ബാബു സ്വലാത്തി തതവ്വു, സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി പറയുന്ന ബാബാണ്. തതവ്വു, സുന്നത്ത്, മുസ്തഹബ്, നഫ്ല് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ഞാൻ വായിക്കട്ടെ. അഖ്റജ അഹ്മദു വത്തുർമദി അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം അഹ്മദും തുർമദിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അദിനല്ലാഹു ലിഅബ്ദിൻ ഫീ ഷൈഇൻ, ഒരു അടിമക്കും അല്ലാഹു തആല ഒരു കാര്യത്തിലും അനുമതി നൽകിയിട്ടില്ല അഫ്ളല മിൻ റകഅതൈനി ഔ അക്സറ മിൻ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് അല്ലെങ്കിൽ 2 റകഅത്ത് നിസ്കാരത്തിനേക്കാളും വലുതായിട്ട് ഒരടിമക്ക് അല്ലാഹു തആല മറ്റൊരു കാര്യത്തിലും അനുമതി നൽകിയിട്ടില്ല. അടിമയിൽ നിന്നും അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ഏറ്റവും വലിയ അഫ്ളലായ ഇബാദത്ത് അത് 2 റകഅത്ത് നിസ്കാരമാണെന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവാകുന്ന തൻ്റെ യജമാനൻ്റെ ദർബാറിലേക്ക്, രാജാവിൻ്റെ ദർബാറിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാനുള്ള ഒരു അനുമതി, അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി സംഭാഷണം നടത്താനും അള്ളാഹുവിനോട് ആവലാതി പറയാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാനും അള്ളാഹു തആല അനുമതി നൽകുന്നതിനേക്കാളും തൻ്റെ അടിമക്ക് ഒരു യജമാനൻ ഏത് വിഷയത്തിലാണ് എത്ര വലിയ അതിനേക്കാൾ വലിയ തൗഫീഖ് എന്താണ് നൽകാനുള്ളത്. ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരടിമക്ക് അള്ളാഹു തആല അവൻ്റെ മുമ്പിൽ 2 റകഅത്ത് നിസ്കരിക്കാൻ അനുമതി നൽകുന്നതിനേക്കാളും അഫ്ളലായിട്ടൊന്നും നൽകിയിട്ടില്ല. അള്ളാഹ് നമ്മുടെ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ചെറിയ ചോട്ടാ നേതാവിൻ്റെ മുമ്പിൽ അവൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ കാലങ്ങളോളം കാത്തു കിടക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മുഖം കാണണമെങ്കിൽ, ഒരു MLA-യുടെ, ഒരു MP-യുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കേവലം ഒരു ഡോക്ടറുടെ പോലും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ, പ്രസിദ്ധരായ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് ആവലാതി പറയാൻ കാലങ്ങളോളം കാത്തു കിടക്കണമെങ്കിൽ, ഏത് സമയത്തും അംഗസ്നാനം ചെയ്ത് യജമാനനായ സർവാധിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ അവസരം ലഭിക്കുന്നതിനേക്കാളും നല്ല അനുമതി അല്ലാഹു തആല തൻ്റെ അടിമക്ക് ഇതിൽ പരം എന്താണ് നൽകാനുള്ളത്? അപ്പോൾ അത് വലിയൊരു തൗഫീഖാണ്. അപ്പോൾ 2 റകഅത്ത് നിസ്കാരം മാ റളിയ മാ അദിന എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശദീകരിച്ചവരുണ്ട്. അല്ലാഹു തആല ഇതിനേക്കാൾ തൃപ്തിപ്പെടുന്ന മറ്റൊരു ഇബാദത്തുമില്ല. 2 റകഅത്ത് നിസ്കാരത്തിനേക്കാളും വലുതായി അല്ലാഹു തആല ഒന്നും അവനിൽ നിന്ന് തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരടിമയിൽ നിന്ന് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ഒരമലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വ ഇന്നൽ ബിർറ, സകലമാന ഗുണങ്ങളും എല്ലാവിധ നന്മകളും ലയുദറു ഫൗഖ റഅസിൽ അബ്ദി, അടിമയുടെ തലക്ക് മുകളിൽ വിതറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. മാ കാന ഫി സ്വലാത്തി, അവൻ നിസ്കാരത്തിലായിരിക്കുന്ന കാലത്തോളം അടിമയുടെ തലക്കുമീതെ അവൻ്റെ ശിരസ്സിന് മുകളിലായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും വിതറപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സമയമാണ് അവൻ നിസ്കാരത്തിലായിരിക്കുന്ന കാലത്തോളം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിസ്കാരം എത്ര കണ്ട് നീളുന്നുവോ അത്രയും സമയം അവനിക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, അനുഗ്രഹങ്ങൾ വിതറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. വമാ തഖറബ അബ്ദുൻ ഇലല്ലാഹി അസ്സ വജല്ല ബിഅഫ്ളല മിമ്മാ ഖറജ മിൻഹു, തുടർന്ന് നബി തങ്ങൾ പറയുകയാണ്, വമാ തഖറബ അബ്ദുൻ, ഒരടിമയും അടുക്കുന്നില്ല ഇലല്ലാഹി അല്ലാഹുവിനോട്, അസ്സ വജല്ല
ബിഅഫ്ളല മിമ്മാ ഖറജ മിൻഹു, ആ അടിമയിൽ നിന്നും പുറപ്പെടുന്ന അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ വചനങ്ങളെക്കാളും ഉത്തമമായിട്ട്, അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരൊറ്റ വാക്കുകൊണ്ടും അള്ളാഹുവിലേക്ക് ഒരാളും ഒരടിമയും അടുക്കുന്നില്ല. അതായത് നിസ്കാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ, നിസ്കാരത്തിൽ ഒരടിമ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുന്ന കാലത്തോളം, നിസ്കാരം നീണ്ടു പോകുന്ന കാലത്തോളം, നിസ്കാരത്തിൽ ഖുർആനോത്ത് സൂറത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം, അതേ ഇത്ര കണ്ട് അവനിൽ നിന്നും ഒരടിമയിൽ നിന്നും നിർഗളിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിനേക്കാളും പരിശുദ്ധ ഖുർആനോത്തിനേക്കാളും ഖുർആൻ പാരായണമാകുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം കൊണ്ടും അള്ളാഹുവിനോട് ഒരു അടിമയും അടുക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഏറ്റവും നല്ലത് പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു. അപ്പോൾ സുന്നത്ത് നിസ്കാരം പരമാവധി വർദ്ധിപ്പിക്കുക, അതിൻ്റെ റക്അത്തുകൾ വർദ്ധിപ്പിക്കുക, റക്അത്തുകളിൽ തന്നെ ഖുർആൻ ഓരോ റക്അത്തിലും ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക, ഇങ്ങനെ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിന് മഹത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻഹു അബിയുമാമ തങ്ങളെ തൊട്ട് തന്നെ, മാ ഊതിയ അബ്ദുൻ ഫീ ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഒരടിമക്കും നൽകപ്പെട്ടിട്ടില്ല, ഖൈറൻ ലഹു, അവനിക്ക് ഏറ്റവും ഉത്തമമായിട്ട്, മിൻ അൻ യുഅ്ദന ലഹു ഫീ റക്അതൈനി യുസല്ലിഹിമാ, 2 റക്അത്ത് അവൻ നിസ്കരിക്കുന്നതിനേക്കാളും അവനിക്ക് അതിന് സമ്മതം നൽകപ്പെട്ടതിനേക്കാളും ഹൈറായിട്ട് അല്ലാഹു തആല ഈ ദുനിയാവിൽ ഒരടിമക്കും അല്ലാഹു തആല ഒന്നും നൽകിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുസ്ലിമുൻ വത്തുർമുദി രണ്ടുപേർ റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, റക്അത്തുൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, റക്അത്തുൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് ദുനിയാവും അതിലുള്ള സകലമാന അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനേക്കാളും ഖൈറാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരടിമക്ക് തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ ദുനിയാവ് മുഴുവനും അവനിക്ക് കിട്ടുന്നതിനേക്കാളും, ദുനിയാവും അതിലുള്ള സകല ചരാചര വസ്തുക്കളും അവനിക്ക് കിട്ടുകയും അതിനെക്കൊണ്ട് അവനിക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു തീർക്കാൻ പറ്റുമോ, എന്തെല്ലാം നേട്ടങ്ങൾ അതിലൊക്കെ കൊയ്തെടുക്കാൻ പറ്റുമോ, അതിനേക്കാളൊക്കെ ഹൈറാണ് 2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. ദുനിയാവിൽ എല്ലാ വസ്തുക്കളും ഒരാൾക്ക് കിട്ടിയാൽ, ഈ ദുനിയാവ് ഭൂമി മുഴുവൻ ഒരാൾക്ക് കിട്ടിയ, 1 സെന്റ് ഭൂമിക്ക് എത്ര പൈസയുണ്ട് മാഷാ അല്ലാ, അത് വലിയ ടൗൺ ഏരിയയിലുള്ള വലിയ വില കൂടിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ഒരാൾക്ക് കിട്ടുകയും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഒരാൾക്ക് കിട്ടുകയും അതിനെക്കൊണ്ടൊക്കെ എന്തെല്ലാം ഹൈറാത്തുകൾ ഇവനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ഇവനിക്ക് സ്വതക്ക ചെയ്തിട്ട് എത്ര പ്രതിഫലം വാങ്ങിയെടുക്കാൻ പറ്റും, അതൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് റസൂലുള്ള പറയുന്നത്. ഈ ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളും അവനിക്ക് കിട്ടുന്നതിനേക്കാളും, എല്ലാ അധികാരവും എല്ലാ വസ്തുക്കളും എല്ലാ സമ്പത്തും അവനിക്ക് ലഭിക്കുന്നതിനേക്കാളും അതെ അവനിക്ക് ഏറ്റവും ഹൈറായത് സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാകുന്നു. അപ്പോൾ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം പതിവാക്കുന്നവൻ അവൻ ഏറ്റവും വലിയ സമ്പന്നനാണ്, അംബാനിയേക്കാൾ വലിയ പണക്കാരൻ, ബിൽഗേറ്റ്സിനേക്കാൾ വലിയ ധനികൻ. അതേ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനാണ്. അവനെ സമ്പത്തിന്റെ വിഷയത്തിൽ, അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങളുടെ വിഷയത്തിൽ അവനെ മറികടക്കാൻ ഒരാൾക്കും ആവുകയില്ല പ്രിയപ്പെട്ടവർ. അപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുബഹിന്റെ മുമ്പ് നിസ്കരിക്കുക എന്നുള്ളത് ദുനിയാവും അതിലുള്ള സകലമാന സമ്പത്തും അധികാരവും എല്ലാവിധ സൗകര്യവും ലഭിക്കുന്നതിനേക്കാളും ഹൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത സബക്കിൽ നമുക്ക് തുടരാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല നമുക്കൊക്കെ സുബ്ഹിന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം വാരിക്കൂട്ടാൻ അല്ലാഹു തആല നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.